കേരളത്തിൽ UDF വിജയിച്ചു എന്ന് പറയുമ്പോഴും എന്നെ പോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരെ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു ഫലമാണ് ഞാൻ കൂടി ജനിച്ചു വളർന്ന തൃശ്ശൂരിൽ ഉണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ തന്നെ ഞെട്ടിക്കുന്ന ഒരു ഫലം എന്നേ ഞാൻ പറയും. ചാനലുകളൊക്കെ സുരേഷ് ഗോപിയുടെ വിജയം സർവേകളിലൂടെ പറഞ്ഞിരുന്നുവെങ്കിലും ആ നാട്ടുകാരനായ ഞാനതൊരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷെ ഇപ്പോൾ മനസ്സിലാകുന്നത് ആ കാരണങ്ങളിൽ പലതും സുരേഷ് ഗോപിക്ക് അനുകൂലമായി എന്നതാണ്. അതിലേറ്റവും പ്രധാനം കരുവന്നൂർ ബാങ്ക് പോലെയുള്ള നിരവധി വിഷയങ്ങൾ അവിടെ വന്നതോടുകൂടി അതിൽ UDFന് ശക്തമായി പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. ഇതിനു മുമ്പൊരിക്കലും ഞാനിത് പറഞ്ഞിട്ടുള്ളതാണ്. ആ ചുമതല അവിടെ പ്രതിപക്ഷത്തിന്റെ ചുമതല ഏറ്റെടുത്തത് BJP ആണ്. BJP എന്ന് പറഞ്ഞുകൂടാ, സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി എന്ന വ്യക്തി ഒരു NDA-കാരൻ അല്ലെങ്കിൽ BJP-കാരൻ എന്നതിനൊക്കെ അപ്പുറത്തേക്ക് വലിയ തോതിൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിഞ്ഞ ഒരാളാണ് എന്നത് ഒരു രഹസ്യമല്ല. അവിടുത്തെ ന്യൂനപക്ഷ, പ്രത്യേകിച്ചും ക്രിസ്ത്യൻ ന്യൂനപക്ഷ മേഖലകളിലേക്ക് അദ്ദേഹത്തിന് കടന്നു കയറാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് UDF അവിടെ പുറകോട്ട് പോയത്. പൊതുവെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ മേഖലകളിൽ UDFനുള്ള മേൽക്കൈ ഇത്തവണ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായ വികാരം വളരെ കൃത്യമായും പരമാവധി കേന്ദ്രീകരിച്ചത് സുരേഷ് ഗോപിയിലാണ് എന്ന് തന്നെയാണ് നമ്മൾ കാണുന്നത്. കരുവന്നൂർ, അതുപോലെ പൂരത്തിന്റെ ഇടയിലുണ്ടായ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി വോട്ടിന്റെ കൃത്യമായ കണക്ക് വന്നാലേ എന്തെങ്കിലും അന്തർധാരകൾ ഉണ്ടോ എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ കിട്ടുന്നതനുസരിച്ച് 2ാം സ്ഥാനത്ത് സുനിൽ കുമാറാണ്. അതും അതിൽ പ്രധാനമാണ്. കാരണം കഴിഞ്ഞ തവണ BJP വിരുദ്ധ വോട്ടുകൾ ഏതാണ്ട് ഏകീകരിച്ച മട്ടിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയെങ്കിൽ ഇത്തവണ അങ്ങനെ ഒരു ഏകീകരണം അവിടെ ഉണ്ടായില്ല എന്നതാണ്. BJP വിരുദ്ധ വോട്ടുകൾ കൃത്യമായി ഭിന്നിക്കുകയും ഒരു ശക്തമായ ത്രികോണ മത്സരം അവിടെ വരികയും ആ ത്രികോണ മത്സരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്പം മേൽക്കൈയുള്ള, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗവൺമെന്റിനെതിരായി ആരാണ് ശക്തമായി ശബ്ദിക്കുക, പിണറായി ഗവൺമെന്റിനെതിരെ ശക്തമായി ശബ്ദിക്കുന്നത് സുരേഷ് ഗോപിയാണ് എന്ന് കണ്ടപ്പോൾ അതും സുരേഷ് ഗോപിക്ക് ആഡഡ് അഡ്വാൻറ്റേജ് ആയി എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും NDA-യുടെ ചരിത്രത്തിൽ, BJP-യുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പാർലമെന്റ് സീറ്റ് ജയിക്കുക എന്ന്, ഇപ്പോഴും ലീഡാണ് എങ്കിൽ പോലും ഏതാണ്ട് 60,000 കടന്നിരിക്കുന്നു ലീഡ് എന്നാണ് ഇത് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയൊരു തിരിച്ചുപോക്ക് സാധ്യമാകുന്നില്ല. മാത്രവുമല്ല, മിക്ക ഇടങ്ങളിലും LDF UDF വോട്ട് ഏതാണ്ട് തുല്യമായി വോട്ട് പങ്കുവെച്ചു പോകുന്നു. ആ സ്ഥലത്ത് ഒരിക്കലും ഇനിയും ഈ 60,000-ന്റെ ലീഡ് മറികടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അത് ഏതൊക്കെ മണ്ഡലത്തിലാണ്, എവിടെ നിന്നൊക്കെയാണ് ഇവരൊക്കെ വോട്ട് പിടിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും UDF 3ാം സ്ഥാനത്താണ് എന്നത് കോൺഗ്രസിനെ ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം UDFന്റെ ശക്തി കേന്ദ്രങ്ങൾ പലതും BJP കൈയടക്കിയിരിക്കുന്നു എന്ന് നമ്മൾ കാണണം. LDFന് ആശ്വസിക്കാൻ ഒരു വകയുമില്ല. കാരണം LDFനെ തൃശ്ശൂരിൽ നിർത്താവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് അവർ നിർത്തിയത്. പക്ഷേ അവർക്ക് എന്നിട്ട് പോലും അവർക്ക് ഒരു മേൽക്കൈ നേടാൻ കഴിഞ്ഞില്ല എങ്കിൽ അത് വലിയ തോതിൽ LDFനെയും ഇരുത്തി ചിന്തിപ്പിക്കും. അവിടെ വോട്ട് കച്ചവടം നടന്നുവോ എന്ന കാര്യങ്ങളൊക്കെ ഇനി ബൂത്ത് തലത്തിലുള്ള വോട്ടിന്റെ വിവരങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അതിനേക്കാളും ഒക്കെ പ്രധാനം, വടകരയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഷാഫി ജയിക്കുമ്പോഴും വടകരയിൽ നിന്ന് തൃശ്ശൂർ പിടിച്ചെടുക്കാൻ വേണ്ടി വന്ന മുരളീധരന് അതിന് കഴിയുന്നില്ല എന്നതും രാഷ്ട്രീയമായി കോൺഗ്രസ് ചെയ്തത് മണ്ടത്തരമാണോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. മുരളീധരൻ നല്ല സ്ഥാനാർത്ഥിയല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഇടതുപക്ഷം അതുപോലെ തന്നെ നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ, കൃത്യമായ ത്രികോണ മത്സരം വരുമ്പോൾ പൊതുവെ കേന്ദ്രമന്ത്രിയാവുമെന്നും മോഡി തന്നെ പലവട്ടം വന്ന് പറയുകയും മധ്യവർഗ നഗര കേന്ദ്രീകൃത മനുഷ്യർക്കുള്ളിൽ ചില വികസന വ്യാമോഹങ്ങൾ വരികയും അതിന്റെ ഫലമായി എന്നാൽ സുരേഷ് ഗോപി ജയിക്കട്ടെ എന്ന് മധ്യവർഗം വിചാരിച്ചിരിക്കണം എന്നാണ് ഈ റിസൾട്ട് കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു സീറ്റ് NDA കേരളത്തിൽ നേടി എന്നത് UDFനെയും LDFനെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ട കാര്യമാണ്. കാരണം ഇങ്ങനെ ആദ്യം കടന്നു കയറി പിന്നെ അവിടെ ബേസ് വ്യാപിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് BJP പലയിടത്തും എടുത്തിട്ടുള്ളത്. അത് ഒരു നല്ല ലക്ഷണമല്ല. ഇവിടുത്തെ മതേതര കക്ഷികളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി തൃശ്ശൂർ ഇപ്പോഴും നിൽക്കുകയാണ്.